കൊട്ടിയൂർ കണ്ണൂരിലെ ദേവദത്തമായ യാഗഭൂമി കൊട്ടിയൂർ വളരെ കാലം കാടുമൂടിക്കിടന്ന ത്രേതായുഗം മുതൽ പരശുരാമനാൽ തപസ് ചെയ്യപ്പെട്ട സ്ഥലം. അങ്ങനെ ഇതാണ് കൊട്ടിയൂർ. കൊട്ടിയിലേക്കുള്ള തീർത്ഥവഴിയിലൂടെ ഈ പുഴയിൽ മുങ്ങിക്കുളിച്ച് അക്കരെ കൊട്ടിയൂരിലേക്ക് ഈറനോടണങ്ങി ഭക്തജനങ്ങൾക്കൊപ്പം നമ്മൾ നടന്നു. ദക്ഷയാഗ കഥയിൽ പറയപ്പെടുന്നത് പോലെ പിതാവിനാൽ അപമാനിതനായ ദക്ഷപുത്രയായ സതീദേവി സ്വശരീരം നശിപ്പിച്ച ഈ യാഗഭൂമി ഉൽപ്പത്തി പുരാവൃത്തം മുതൽ കൊട്ടിയൂർ വളരെ സ്ത്രീ പ്രാധാന്യത്തോടെ കാണുന്ന ഊർവര ഭൂമിയാണ്. അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെയും പതിപത്നി ബന്ധത്തിൻ്റെയും തീവ്രതയാർന്ന ജനത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു മികച്ച ഇടമാണ് ശ്രീ കൊട്ടിയൂർ. അങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് കൊട്ടിയൂർ പെരുമാളെ ശരണം ശംഭോ മഹാദേവ. കൊട്ടിയൂർ പെരുമാളെ ശരണം ശംഭോ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈറനോടെ ഭക്തജനങ്ങൾ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായി ദക്ഷിണകാശിയായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം. ക്ഷേത്രത്തിന്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈന്ദവ പുരാണം അനുസരിച്ച് തന്റെ മകൾ ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തനാകാതെ ദക്ഷ പ്രജാപതി തന്റെ മകളായ സതീദേവിയും ശിവനെയും അറിയാതെ ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ദക്ഷന്റെ ഈ ഉദ്ദേശം അറിയാതെ സതീദേവി യാഗഭൂമി സന്ദർശിച്ചു. പക്ഷേ സതിയുടെ പിതാവിൽ നിന്ന് അവൾ അപമാനിക്കപ്പെട്ടു. വേദനിക്കുകയും അപമാനിക്കുകയും ചെയ്ത അവൾ തന്റെ യോഗശക്തി കൊണ്ട് ആത്മാഹുതി ചെയ്തു. ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥനും രോക്ഷാകുലനുമായ ശിവൻ വീരബദ്ധനായി താണ്ഡവ നൃത്തം ആടുകയും ദക്ഷനെ ചിരശ്ചിതം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ശിവന്റെ ജട വന്ന് വീണ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നും ഒരു ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട്. ബാവലി നദിയുടെ എതിർത്തീരത്ത് അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ 28 ദിവസത്തേക്ക് മാത്രമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. സ്വപിതാവിനാൽ നിന്നയാൾ ദേഹത്യാഗം ചെയ്ത സതീദേവിയും പെരുമാളിനോടൊപ്പം മഹോത്സവം ആഭരണങ്ങളൊന്നുമില്ലാതെ ജൂൺ മാസത്തിൽ ആനകൾ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ വലിയൊരു ചടങ്ങായി മുന്നോട്ട് വരികയാണ്. ഉത്സവം നോക്കുന്നാല്
शिव शम्भो स्वयम्भो भो शम्भो शिव शम्भो चन्द्रचूड शिव शङ्कर पार्वती रमणानि नमो नमो सुन्दरतर पिनाकधर हर सुन्दरतर पिनाकधर हर गङ्गाधर गज चर्माम्बर चर्माम्बरधर चन्द्रचूड शिव കൊട്ടിയൂരിൽ നിന്നും മടങ്ങുന്ന ഭക്തന്റെ കയ്യിൽ ഒരു ഓടപ്പൂവ് ഉണ്ടായിരിക്കും. രുദ്രപ്രസാദമായ ഓടപ്പൂവ് ദക്ഷന് ദുരുപദേശം നൽകിയ ഭൃഗുവിന്റെ താടിയാണെന്നും അതല്ല ദക്ഷന്റെ താടിയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും കൊട്ടിയൂരപ്പന്റെ ദീപ്തമായ സ്മരണയാണ് ഓരോ ഭക്തനും കൊട്ടിയൂർ യാത്രയുടെ ഒരു ഓർമ്മയോടെ ഒരു അനുഷ്ഠാനം പോലെ സൂക്ഷിക്കുന്ന ഓടപ്പൂവ്. അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ, അടിയങ്ങൾ കോടപ്പൂവായേ.